അല്ല ദാസ് ഇന്ന് കോളേജ് വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ ആശാന്റെ വീട്ടിൽ വന്നതാ. അപ്പ അവിടെ വെച്ച് രണ്ടെണ്ണം ശരിക്കും കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ കോളേജിലേക്ക് വരില്ലേ? അതിനെന്താ ഇന്ന് നമുക്കും കൊടുത്താ പോരെ? എന്താ ഏട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിങ്ങളുടെ ആശാൻ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾ ചേർത്തോ? ഫുട്ബോൾ കളിച്ചിട്ട് കുറെ നാളായില്ലേ, ഇന്ന് നിന്റെ കൂടെ ഒന്ന് കളിച്ചിട്ട് പോകാന്ന് കരുതി. പിന്നെന്താ കളിച്ചേക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ ഡീല് വേണമല്ലോ. ആ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഈ ബോൾ തട്ടിയെടുക്കുകയാണെങ്കിൽ ഞാൻ സറണ്ടർ. ഓക്കെ, റെഡി? അതെ ചേട്ടന്മാരെ, എങ്ങോട്ടേക്ക് പോകുന്നേ? ഇവിടെ ഇവിടെ. ഇപ്പൊ നീ എന്റെ കയ്യിൽ പെട്ടില്ലേ, ഞാൻ സിംഹമാടാ. ഞങ്ങൾ ആശാന്റെ ആൾക്കാരാണെന്ന് അറിയാവുന്നല്ലേ? ആശാൻ എന്ന് പറഞ്ഞ വലിയ കൊമ്പനാണോടാ. ഇടിച്ചോണ്ട് എവിടാ അവൻ? താങ്ക് യു സാർ. എന്താണ് പ്രശ്നം ഇവിടെ? ഒരേ ഒരു പ്രശ്നമുള്ളൂ, ആശാൻ. നിങ്ങൾക്ക് ആശാനെ ഇഷ്ടമല്ല, ആശാൻ എന്നെ ഇഷ്ടമല്ല. അപ്പൊ നീ നമ്മുടെ ജാതിയാണല്ലേ? ശരി, പൊക്കോ. ഓക്കെ സാർ. നമസ്കാരം. ഇരിക്കെ. എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞോണ്ട് നിൽക്കാതെ, പെണ്ണായിട്ട് ജനിച്ച ആരുടെയെങ്കിലും മുമ്പിൽ കഴുത്ത് നീട്ടിയല്ലേ പറ്റൂ. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാതെ അകത്ത് പോയെങ്ങനെ ഇരിക്കെ. വാ 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 വന്നാട്ടെ. നിന്നെ എവിടേക്ക് അന്വേഷിച്ചു? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. നീ വേഗം വന്നേക്കണം.
ഹായ്. എന്താ മരുന്ന് താഴെ പോയതല്ല വിഷമാണ് രണ്ടുപേർക്കും? നിർത്ത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാ. നീ ഞങ്ങളെ കളിയാക്കല്ലേ? എടാ പുനിതയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞോടെ കല്യാണമാ. ഇത് താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. ഹേ, ഈ കല്യാണക്കാരിൽ ഉറപ്പിച്ചത് ആശാന. അയാളുടെ പിടിപാടെന്താന്ന് ഞാൻ പറയാമെന്ന് നിനക്കറിയാലോ. അയാളെ എതിർക്കാനുള്ള ഏയ് സോറി, നീ ഏതാണ്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താടാ പറയാ? നമ്മളെ പോലുള്ള പാവങ്ങള് ഇവളെ പോലുള്ള പെണ്ണുങ്ങളെ ലവ് ചെയ്താ അവര് വെട്ടാൻ വെട്ടുകത്തി എടുക്കല്ലാതെ നിന്നെ താലം വെച്ച് സ്വീകരിച്ചു കൊണ്ടുപോകും. അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. എന്താ നിങ്ങളുടെ വിചാരം? അവസാനം വരെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ പ്രേമിച്ചോണ്ട് നടക്കാന്ന? പെട്ടെന്ന് അവരുടെ വീട്ടിലറിഞ്ഞപ്പോ ഷോക്കായി പോയി. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? ഒന്നും മിണ്ടാതിരിക്കടാ. ആത്മഹത്യ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള കാര്യം നീ മറന്നോ? ഇല്ല ദാസ്. നിനക്കെന്താ പറ്റിയ? ഇവൻ പറഞ്ഞ ഉടനെ അങ്ങ് മരിക്കുക? നിനക്ക് ഈ സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ആ, ഉണ്ട്. നിനക്ക് നിന്റെ സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ? എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. ഇപ്പൊ ഈ നിമിഷം കല്യാണം കഴിക്കും. ദാസേ, നമസ്കാരം ഉണ്ട് കേട്ടോ. ഓ ഇപ്പൊ നമസ്കാരമാണ് വലിയ പ്രധാനം. എടാ, രാവിലെ മുത്തുമാരിയമ്മ മുരുകോല് വരാൻ പറഞ്ഞു. ആ കോവിൽ ഈ വനാന്തരത്തിനുള്ളിലാണെന്ന് പറയണ്ടേ. വഴിയറിയാതെ അലഞ്ഞ് എന്നെ ഒരു കഴുതപ്പുലി ഓടിച്ച് ഇവിടെ കൊണ്ട് വിട്ടടാ. ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട. ഞാനാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചേ. ഇങ്ങിതാ ഇങ്ങി താ മനുഷ്യ. അല്ല, ഇതിപ്പോ എന്തിനാ കല്യാണം കഴിക്കാൻ? കല്യാണോ? ആ, ഈ കാട്ടിനുള്ളിലാ? ആർക്ക്? ഇവർക്ക്. ഇവര് രണ്ടുപേർക്കോ? മാറ്. പെണ്ണാരാന്ന് നോക്കട്ടെ. എടോ, ഇത് ആശാന്റെ അനിയന്റെ മോളല്ലേ? എന്താ ഇവിടുന്ന് കണ്ടപ്പോ മനസ്സിലായില്ലേ? തമാശ പറയല്ലേ മോനെ. ഈ കല്യാണത്തിന് എന്തിനാ എന്നെ വിളിച്ചത്? നമ്മളെല്ലാരും കൂടെ ചേർന്നല്ലേ നടത്തേണ്ടത്. എന്നെ എന്തിനാടാ ചേർക്കുന്നത്? ഇതാരാടാ? ഡേയ്, ഇതെന്റെ ചേച്ചിയുടെ മോളല്ലേ? ഇവളെന്തിനാ ഇവിടെ വന്നത്? കുടിക്കല്ലേടാ ഈ മാമനെ, നീ കുടിക്കല്ലേടാ. അയ്യോ, മാലയിടിയിലും കഴിഞ്ഞു. അനിയ, ഒന്നിങ്ങോട്ട് പാടേ. നിന്നെ ഒരുത്തന്നെ നെഞ്ചിൽ തീയെറിഞ്ഞോണ്ടിരിക്കുമ്പോ നീ കൈയടിച്ച് രസിക്കുന്നോടാ. പോടാ. ഇനി എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ചിരി ഉണ്ടാവാം. കയ്യടി.